ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എന്താണെങ്കിലും ഏട്ടത്തി സന്ദീപിനെ തിരിച്ചു വിളിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ, വളരെയധികം നന്ദിയുണ്ടെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് അവന്തിക അർച്ചനയോട് ആ ഡയറി തരാൻ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതെങ്ങനെ ശരിയാകും? എനിക്കാകെയുള്ള കച്ചിത്തുരുമ്പല്ലേ ഈ ഡയറി, അതങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, ഈ മൂന്നാല് പേപ്പർ വെച്ച് നീ എന്നെ എന്തുമാത്രം ഭീഷണിപ്പെടുത്താനാ അതിന്? എന്താണെങ്കിലും നീ അതുവരെ ജയിച്ചു നിൽക്ക്, അതിനുശേഷം നമുക്ക് തമ്മിലൊന്ന് കാണാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക സ്റ്റെയർ ഇറങ്ങാൻ നിൽക്കും. അർച്ചന അവിടെ നിന്ന് വിരൽ ഞൊടിക്കുകയാണ്. ശബ്ദം കേട്ട് അവന്തിക തിരിഞ്ഞു നോക്കുമ്പോ അർച്ചന പറയുകയാണ്, അല്ല അന്ന് പറഞ്ഞായിരുന്നല്ലോ സന്ദീപിന്റെയും ആതിരയുടെയും കല്യാണം നടത്തുകയാണെങ്കിൽ ഇങ്ങനെ വിളിക്കണമെന്ന്. ഞാനേ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. പിന്നെ നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ അനിയത്തിയുടെ അടുത്ത് പോയ കാര്യം ഞാൻ അറിഞ്ഞു. എന്താണെങ്കിലും എന്നോട് കളിക്കുന്നത് പോലെ അവളോട് കളിക്കാൻ നിൽക്കണ്ട. ഞാൻ സൗജന്യമായി തരുന്ന പലതും അവൾ തന്നെന്നിരിക്കില്ല. എന്നെക്കാളും പിടിവാശി കൂടുതലാവക്ക്. പിന്നെ അനിയത്തി അനഘയോടും പറഞ്ഞേക്കണം എൻ്റെ അനിയത്തിയോട് അധികം സംസാരത്തിന് പോകണ്ടെന്ന്. പിന്നെ ഇളയ മരുമകൾക്ക് നേരെ കളിക്കാൻ ഒരുങ്ങുമ്പോൾ ഓർക്കണം, ഇടയ്ക്ക് മറ്റൊരു മരുമകൾ കൂടി ഉണ്ടെന്ന്. പിന്നെ എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന മുറിയിൽ കയറി കഥ കടക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന സന്തോഷത്തോടെ മുറിയിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചി വരുന്നതാണ്. അല്ല, എൻ്റെ ഭാര്യ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതെ, ഈ കാര്യം കേട്ടാൽ സച്ചിയേട്ടനും സന്തോഷമാകും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവുകയാണ്. നാളെ സന്ദീപ് നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങിയെത്തും. അല്ല, ഇതൊക്കെ എങ്ങനെയെന്ന് സച്ചി അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതൊക്കെ ഈശ്വരന്റെ മാജിക്കാ. താനൊന്ന് തെളിച്ചു പറ, സന്ദീപ് നാളെ വരുമെന്ന് തന്നോട് ആരാ പറഞ്ഞത്? അവന്തിക ഏട്ടത്തി തന്നെ. ഞാനേ ഏട്ടത്തിയോട് കാര്യങ്ങളെല്ലാം അതേപടി പറഞ്ഞു. ഏട്ടത്തിക്ക് എന്നെ മനസ്സിലായപ്പോ അച്ഛനോട് പോയി സംസാരിച്ചു. അങ്ങനെ അച്ഛൻ സന്ദീപിനെ തിരിച്ചു വിളിക്കാനും പറഞ്ഞു. താൻ പറഞ്ഞതുപോലെയാണെങ്കിൽ സന്ദീപ് തിരികെ വരുമ്പോ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. മീര മാഷിനെയും കമലയും മാറി മാറി ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. തുടർന്ന് മീര പറയുകയാണ്, നിങ്ങളുടെയൊക്കെ സങ്കടം കണ്ടാ തോന്നും അവളേതോ ഗതി കിട്ടാത്തവന്റെ കൂടെയാണ് ഇറങ്ങിപ്പോയതെന്ന്. അവളെ നെല്ലിശ്ശേരിയിലെ മരുമകളാ, അർച്ചനയും അവന്തികയും പോലെ. അവള് നല്ല സുഖ സൗകര്യങ്ങളോടെ തന്നെയാ കഴിയുന്നത്. എന്റെ മീരെ, നീ അവിടുത്തെ ആസ്തിയാ നോക്കുന്നത്. ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ മകൾക്ക് സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നാ നോക്കുന്നത് എന്നൊക്കെ മാഷ് പറയുമ്പോൾ മീര പറയുകയാണ്, അവൾ എന്താണെങ്കിലും അവിടെ സുഖമായി തന്നെയാ ജീവിക്കുന്നത്. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കണമെന്നൊക്കെ മീര പറയുമ്പോൾ നീ മാത്രം സന്തോഷിച്ചാൽ മതിയെന്നും ഇവിടെ ആർക്കും അതിനെക്കുറിച്ചോർത്ത് സന്തോഷമില്ലെന്നും അനൂപ് പറയുന്നു. ഈ പറയുന്നതൊക്കെ അവസാനം വരെ കാണണമെന്ന് മീര പറയുമ്പോൾ ഞാൻ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അനൂപ് പറയുന്നു. എന്റെ അനൂപേ, നീ അവിടെയുള്ളവരെ മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആതിരയ്ക്ക് സന്ദീപിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ ചെയ്തത്? അവളെ പൂട്ടിയിടുകയും തല്ലുകയും അങ്ങനെയൊക്കെയല്ലേ ചെയ്തത്. അതിനു പകരം നമ്മൾ ചെന്ന് സേതുവേട്ടനോട് സംസാരിക്കണമായിരുന്നു. അപ്പോ നമ്മളല്ലേ അവിടെ തെറ്റ് ചെയ്തത്. എന്നിട്ട് അനുഭവിക്കുന്നതോ ആതിരയും അച്ചുവും എന്നൊക്കെ കമല പറയുമ്പോ മാഷ് പറയുകയാണ്, മോനെ, കമല പറയുന്നത് ശരി തന്നെയാ. നമ്മളെയൊക്കെ ഭയന്നായിരിക്കും കുട്ടികള് വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനം തന്നെ എടുത്തതെന്ന് മാഷ് പറയുന്നു. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മ സത്യം പറയണം. അമ്മയ്ക്ക് ആതിരയെ കാണാൻ തോന്നുന്നില്ലേ എന്ന് മീര ചോദിക്കുമ്പോ സത്യം പറഞ്ഞാൽ കാണണമെന്നുണ്ടെന്ന് കമല പറയുന്നു. അനൂപിനോട് ഒന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു ഞങ്ങളൊന്ന് അവിടം വരെ പോയിക്കോട്ടെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? വീണ്ടും വീണ്ടും അവിടെ ചെന്നിങ്ങനെ നാണം കിടുന്നത് എന്തിനാണെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അനൂപ്. പിന്നെ നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മനസ്സിൽ എന്റെ രണ്ടനിയത്തിമാരും ചത്തു കഴിഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അനൂപ് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയും സേതുമാധവനും കൂടി എങ്ങോട്ടേക്കോ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതേസമയം അനഘ അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഞാനിപ്പോൾ വിളിച്ചത് ഞാൻ അറിഞ്ഞൊരു കാര്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ചേച്ചി എന്താ സന്ദീപിനെ വിളിച്ചുകൊണ്ടുവരാൻ പോവുകയാണോ എന്ന് അനഘ ചോദിക്കുമ്പോ അതെ എന്ന് അവന്തിക പറയുന്നു. തുടർന്ന് സേതുമാധവനെ ചീത്ത പറയുകയാണ് അനഘ. അയാൾ അങ്ങനെ പലതും പെറുപിറുത്തുകൊണ്ടിരിക്കും, അതൊക്കെ ചേച്ചി എന്തിനാ കേൾക്കാൻ പോകുന്നത് എന്നൊക്കെ അനഘ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് ആരാ വിളിച്ചതെന്ന് സേതു ചോദിക്കുമ്പോ അവന്തിക പറയുകയാണ്, അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയാ. പിന്നീട് കാണിക്കുന്നത് അവന്തികയും സേതുമാധവനും സന്ദീപിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് സന്ദീപിനെ കണ്ടിട്ട് സേതുമാധവൻ പറയുകയാണ്, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. അതിന്റെ അർത്ഥം ഞാൻ നിന്നോട് ക്ഷമിച്ചെന്നല്ല. നീ താലി കെട്ടിയ ഒരു പെണ്ണുണ്ടവിടെ. ആ പെണ്ണിന്റെ കണ്ണീര് കൂടി വീട്ടിൽ വീഴണ്ടെന്ന് കരുതി
പിന്നെ അവന്തിക പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. നീ ഞങ്ങളെ ചതിച്ചെന്ന് കരുതി ഞങ്ങൾക്ക് നിന്നെ കളയാൻ പറ്റില്ലല്ലോ എന്ന് അവന്തികയും ചോദിക്കുന്നു. നീ തന്നെ ആലോചിച്ച് നോക്ക്, എത്ര സമാധാനമായിട്ടാ നമ്മുടെ കുടുംബം കഴിഞ്ഞുകൊണ്ട് പോയത്. അർച്ചന വന്നപ്പോ എല്ലാം തകർന്നു. ഇപ്പൊ മനുഷ്യന് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. അതാ സത്യം. അർച്ചന അവിടേക്ക് വരാൻ കാരണക്കാരി ഞാനാണെന്നുള്ള കുറ്റബോധം എനിക്ക് ഇപ്പോഴുമുണ്ട്. ഇനിയിപ്പോ അവിടെ എന്തൊക്കെ നടക്കുമെന്നുള്ള ആശങ്ക എനിക്കുണ്ടെന്നും അവന്തിക പറയുന്നു. ഇതെല്ലാം വരുത്തി വെച്ചത് നീയും അർച്ചനയും ചേർന്നല്ലേ? എന്നിട്ടിപ്പോ അവൾക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് സന്ദീപ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.